ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു 5 ക്രൈം മിസ്റ്ററി ത്രില്ലർ സിനിമകൾ, അതിന്റെ വിശേഷങ്ങളാണ് നോക്കുന്നത്. ഒരു പക്ഷേ ലോക സിനിമകളൊക്കെ തെരഞ്ഞു നോക്കി കാണുന്നവര് ഇതിനകം ഈ സിനിമകളൊക്കെ കണ്ടതായിരിക്കാം. എങ്കിൽ പോലും കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ 5ാമത്തെ പൊസിഷനിലുള്ള ചിത്രം മാത്രമാണ് ആമസോൺ പ്രൈമിലുള്ളത്. ബാക്കി എല്ലാ സിനിമകളും നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് നോക്കാം. നോക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടണം. എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള നല്ല സിനിമകൾ അല്ലെങ്കിൽ റിലീസ് ആവുന്ന സിനിമകളുടെയൊക്കെ വിശേഷങ്ങൾ നിങ്ങളോട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. എന്തായാലും നമുക്ക് ഇന്നത്തെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. നമസ്കാരം, മൂവി ഫ്രണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പറഞ്ഞതുപോലെ തന്നെ 5ാമത്തെ പൊസിഷനിലുള്ള ചിത്രം 2022 പുറത്തു വന്ന ഒരു അമേരിക്കൻ ക്രൈം മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് എമിലി ദ ക്രിമിനൽ. അപ്പൊ ചിത്രത്തിന്റെ ആരംഭത്തിലോട് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ കഥാനായിക എമിലി, പുള്ളിക്കാരി ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, ഫിനാൻഷ്യലി കുറെ പ്രോബ്ലംസ് ഉണ്ട്. മാത്രമല്ല കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എടുത്ത ലോൺ പോലും ഇതുവരെ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പാകപ്പാടെ ആ ഒരു വിഷമത്തിലൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എങ്ങനെയെങ്കിലൊക്കെ ഇതൊക്കെ ഒന്ന് തീർത്തിട്ട് ഇതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടണം, മര്യാദയ്ക്കൊന്ന് ജീവിക്കണം, ഈ ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ നായിക മുന്നോട്ട് പോകുന്നത്. ഇനി മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഏതെങ്കിലും ഒരു നല്ല കമ്പനി കയറി ജോലി ചെയ്ത് ഈ കടങ്ങളൊക്കെ വീട്ടാന്ന് വെച്ചാൽ പോലും നല്ലൊരു കമ്പനി ജോലി കിട്ടത്തില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നായികയുടെ പേരിൽ ഒരു പോലീസ് കേസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു കാറ്ററിംഗ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത് ഇങ്ങനെ പോകുവാണ് മുന്നോട്ട്. അപ്പോഴാണ് കൂടെ വർക്ക് ചെയ്യുന്ന ആള്, ഒരു കൊളീഗ്, നമ്മുടെ കഥാനായിക ഒരു കാര്യം സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നിടത്ത് പോയി ഞാൻ പറയുന്ന ഒരു ജോലി ചെയ്താൽ, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ജോലി ചെയ്താൽ 1 മണിക്കൂറിന് നിനക്ക് $200 ശമ്പളം കിട്ടും. അപ്പൊ നമ്മുടെ നായികയും ചിന്തിച്ചു, 1 മണിക്കൂറിന് $200? അത് എന്ത് ജോലിയായാലും വേണ്ടില്ല, ഒന്നും ചെയ്ത് ഈ കടങ്ങളൊക്കെ വീട്ടാം, ആ ഒരു രീതിയിലോട്ട് വരുവാണ്. അങ്ങനെ നമ്മുടെ നായിക ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതും പിന്നീട് നായികയുടെ ലൈഫിൽ നടക്കുന്ന, ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. എനിക്ക് എന്തായാലും ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അതിന്റെ ആ ഒരു സ്റ്റോറി, ആ ഒരു കഥ, അതുപോലെ തന്നെ അതിന്റെ ആ ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ തന്നെയാണ്. കഥ എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മലയാളികൾക്കിടയിൽ കേട്ട് വരുന്നൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ കേരളത്തിനുള്ളിൽ ചിലപ്പോൾ എല്ലാ ജോലിയും ചെയ്യാൻ തയ്യാറാവില്ല. പക്ഷെ അതേസമയം അത് പുറത്തു പോയാലോ, എന്ത് ജോലി വേണമെങ്കിലും നമ്മുടെ അവിടെ എടുക്കാനായിട്ട് തയ്യാറാകും. അത് പലരും പറഞ്ഞിങ്ങനെ ഞാൻ കേട്ട ഒരു കാര്യമാണ്, പലർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 1000 രൂപ എന്നിട്ട് നമ്മളോട് ഒരു ജോലി ചെയ്യാൻ പറയുകയാണ്. ഒരു പക്ഷേ നമ്മൾ അത് ചെയ്യില്ല, അത് നമ്മുടെ പ്രസ്റ്റീജിനെ ചിലപ്പോൾ ബാധിക്കുന്ന ഒരു കാര്യം, അതുകൊണ്ട് നമ്മൾ ആ ജോലി ചെയ്യില്ല. അതേസമയം അതേ സെയിം ജോലിക്ക് 10,000 രൂപ ഓഫർ ചെയ്താലോ, ചിലപ്പോൾ നമ്മളത് ചെയ്യും. ആ ഒരു 10,000 രൂപ കിട്ടുമല്ലോ, ആ ഒരു ചെറിയ സമയത്തെ കാര്യമല്ലോ, ആ ഒരു ജോലി നമ്മൾ ചെയ്യും. ഈ ഒരു കാര്യത്തെ, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ഈ കാര്യത്തെ അദ്ദേഹം എഴുത്തിലൂടെ, റൈറ്റിങ്ങിലൂടെ അത് കൊണ്ടുവന്നു, സിനിമയിൽ കൊണ്ടുവന്ന ആ ഒരു രീതിയാണ്. അത് തന്നെയാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു പ്രധാന കാരണം സിനിമയ്ക്കുള്ളിൽ. അതുപോലെ തന്നെ സിനിമയുടെ ആദ്യ കുറെ ഭാഗവും അവസാന ഭാഗങ്ങളിലോട്ടൊക്കെ സിനിമ വരുമ്പോഴും നല്ലപോലെ എൻഗേജിങ് ആയിട്ട്, ത്രില്ലിംഗ് ആയിട്ട് തന്നെയാണ് സിനിമ വരുന്നത്. അത് ഒരു പരിധി വരെ അതിന്റെ ഒരു എന്താ പറയുക, സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെയാണ് അതിന് സഹായിച്ചേക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. അതുപോലെ തന്നെ ഓവറോൾ സിനിമയുടെ ആ ഒരു സിനിമാറ്റോഗ്രാഫി ആയാലും, സൗണ്ട് ഡിസൈനിങ്, സൗണ്ട് എഫക്ട്, BGM കാര്യങ്ങളൊക്കെ ആയാലും, അതൊക്കെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളാണ് സിനിമയ്ക്കുള്ളിൽ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. അതായത് അപ് ടു എൻഡ് കാണുമ്പോൾ നമുക്ക് ആ ഒരു ക്രൈം ത്രില്ലർ ഫീലിംഗ് ആണ് വരുന്നതെങ്കിലും ഇടയ്ക്ക് കുറച്ച്, അതായത് ഒരു മിഡ് പോയിന്റിലൊക്കെ വരുമ്പോൾ ഒരു ഡ്രാമ മോഡ്, ആ ഒരു മോഡിലാണ് സിനിമ പോകുന്നത്. പക്ഷേ അതൊരു നെഗറ്റീവ് അല്ല. ഓവറോൾ സിനിമ നോക്കുമ്പോൾ, അതായത് ക്രൈം ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് നൽകുന്ന സിനിമ തന്നെയാണ് എന്തായാലും നമ്മുടെ എമിലി ദ ക്രിമിനൽ എന്ന സിനിമ ആമസോൺ പ്രൈമിൽ സബ്ടൈറ്റിൽ ഉൾപ്പെടെ അവൈലബിൾ ആണ്. കുട്ടികൾക്കും ഫാമിലിക്കും ഒക്കെ ഒരേപോലെ കാണാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിലല്ല. അതുപോലെയുള്ള ചില കണ്ടന്റുകൾ സിനിമയ്ക്കുള്ളിലുണ്ട്. അപ്പൊ എന്തായാലും കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സിനിമ കാണുക. അതുപോലെ തന്നെ 4th പൊസിഷനിലുള്ള ചിത്രം 2023 പുറത്തു വന്ന ഒരു ഇന്ത്യൻ ഹിന്ദി മിസ്റ്ററി ക്രൈം ത്രില്ലർ മൂവിയാണ് ജാനെ ജാൻ. ഈ ചിത്രത്തിലോട് ഞാൻ വരാനുണ്ടായ കാരണം ഇതിന്റെ ഡയറക്ടർ സുജയ് ഘോഷ് തന്നെയാണ്. കാരണം ഇദ്ദേഹത്തെ പറ്റി എനിക്ക് അങ്ങനെ വലിയ അറിവ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ കഹാനി എന്ന ചിത്രം കണ്ട ശേഷം എന്റെ മനസ്സിൽ കയറിക്കൂടിയൊരു പേര് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഈ ചിത്രവും ഞാനൊന്ന് കാണാനായിട്ട് എടുത്തത്. അപ്പൊ എന്തായാലും സിനിമയുടെ ജസ്റ്റ് ആരംഭം നോക്കാം, ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. നമ്മുടെ കഥയിലെ നായിക മായയ്ക്കൊരു മകളുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ കോഫി ഷോപ്പ് പോലുള്ള ഇത് നടത്തിയിട്ടാണ് ജീവിച്ചു പോകുന്നത്. ഹസ്ബൻഡ് കൂടെയില്ല. അപ്പൊ ഇവരുടെ വീടിനടുത്ത് ഒരു മാത്സ് ടീച്ചർ താമസിക്കുന്നുണ്ട്. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് അത്. അങ്ങനെയാണ് ആ കഥാപാത്രത്തെ സിനിമയ്ക്കുള്ളിൽ കൊണ്ടുവരുന്നത്.
അദ്ദേഹം ഏത് കാര്യങ്ങൾ എടുത്താലും വളരെ ചിന്തിച്ച് വളരെ കൃത്യനിഷ്ഠയോടെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അതിൻ്റെതായ ഒരു രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ആ കഥാപാത്രം. അപ്പം എന്തായാലും ഇവരിങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവാണ്. ഇങ്ങനെ പോകുമ്പോഴാണ് 10-15 വർഷമായിട്ട് വരാത്ത നമ്മുടെ മായയുടെ ഹസ്ബൻഡ് തിരിച്ചു വരുന്നത്. ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് പൈസയ്ക്ക് വേണ്ടി ആർത്തിയാണ്, പൈസയോട് ഭയങ്കര ആർത്തിയാണ്, അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പഠിക്കുന്ന ഒരു ക്യാരക്ടർ. ആ ഒരു രീതിയിലാണ് അത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മായയുടെ ഹസ്ബൻഡ് തിരിച്ചു വരുന്നു. ഇവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അവസാനം ഇത് അയാളുടെ മരണത്തിൽ വന്നെത്തുന്നു, അതായത് മായയുടെ ഹസ്ബൻഡിന്റെ മരണത്തിൽ വന്നെത്തുന്നു. പാക പേടിച്ച് കുറച്ച് നിൽക്കുവാണ് അമ്മയും മോളും. ഇനി എന്ത് ചെയ്യും? അകപ്പാടെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ മാത്സ് ടീച്ചർ, അടുത്ത് താമസിക്കുന്ന മാത്സ് ടീച്ചർ ഇവരെ സഹായിക്കാനായിട്ട് അവിടെ വന്നെത്തുന്നത്. പിന്നീട് സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു തന്നെ അറിയേണ്ട കാര്യങ്ങളാണ്. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പിന്നീട് സിനിമ മുന്നോട്ട് പോകുന്നത്. ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ അത് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം കാണും, അല്ലെങ്കിൽ ഒരു കാര്യം കിട്ടും. ഈ സിനിമ അത് ഇൻസ്പയർഡ് ഫ്രം ദ ഡിവോഷൻ ഓഫ് സസ്പെക്ട് എക്സ്, അതായത് ദ ഡിവോഷൻ ഓഫ് സസ്പെക്ട് എക്സ് എന്ന് പറയപ്പെടുന്ന ഒരു ജാപ്പനീസ് നോവൽ. അതൊരു ജാപ്പനീസ് നോവലാണ്. ആ നോവലിൽ നിന്നാണ് ഈ സിനിമ, അല്ലെങ്കിൽ ആ നോവലിൽ നിന്നുള്ള ഒരു അഡാപ്ഷനാണ് ഈ സിനിമ. ആ ഒരു രീതിയിൽ നമുക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, അല്ലെങ്കിൽ ഞാൻ സിനിമ കണ്ട ശേഷം ഇങ്ങനെ അഭിപ്രായങ്ങൾ പലത് കേട്ടു. അതായത് ഈ സിനിമയെ ദൃശ്യമായിട്ട്, അല്ലെങ്കിൽ ഈ സിനിമ കാണുമ്പോൾ, ജാനേ ജാൻ എന്ന് പറയുന്ന ഈ സിനിമ കാണുമ്പോൾ ദൃശ്യത്തിന്റെ പല ഭാഗങ്ങളും ഓർമ്മ വരുന്നു. അങ്ങനെ ദൃശ്യമായിട്ട് ഒരുപാട് കമ്പയർ ചെയ്യുന്നത് ഞാൻ കണ്ടു. എനിക്ക് തോന്നിയ ഒരു കാര്യം ഉണ്ട്, കമ്പയർ ചെയ്യാൻ പാകത്തിനുള്ള സീനുകളുണ്ട്, നമുക്ക് തോന്നും, എന്തായാലും നമ്മുടെ മനസ്സിൽ വരും, ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നോവൽ, അതായത് ഈ സസ്പെക്ട് എക്സ്, ഡിവോഷൻ ഓഫ് സസ്പെക്ട് എക്സ് എന്ന് പറയപ്പെടുന്ന ഈ നോവലിനെ ആസ്പദമായി വന്നേക്കുന്ന സിനിമകളെല്ലാം പരസ്പരം കമ്പയർ ചെയ്യാൻ പറ്റുന്ന സിനിമകളാണ്. കുറേ സിനിമകളുണ്ട്. സസ്പെക്ട് എക്സ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ഈ 2 സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് മാത്രം പറഞ്ഞത്. വേറെയും കുറേ സിനിമകളുണ്ട്. അപ്പോൾ ഈ സിനിമകളൊക്കെ പരസ്പരം കമ്പയർ ചെയ്യാൻ പറ്റുന്ന സിനിമകളാണ്. പല കാര്യങ്ങളും അങ്ങ് ഒരു രീതിയിൽ ബന്ധപ്പെട്ട് വരുന്നതോ, അല്ലെങ്കിൽ ചെറിയ ചെറിയ സീനുകളൊക്കെ കാണുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുന്ന രീതിയിൽ തോന്നും. പക്ഷേ ജാനേ ജാൻ എന്ന സിനിമ എടുക്കുമ്പോൾ, ഞാനിപ്പോൾ പറയുന്ന സിനിമ എടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു വ്യത്യസ്തതയുണ്ട്. തീർച്ചയായിട്ടും മൊത്തത്തിലൊരു കോപ്പി ആയിട്ടല്ല വരുന്നത്, അതിൻ്റെതായ ഒരു വ്യത്യസ്തത, അല്ലെങ്കിൽ നമ്മളെ അത്രത്തോളം ത്രില്ലിംഗ് ആയിട്ട് തന്നെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എൻഗേജിങ് ആക്കുന്ന ഒത്തിരി കാര്യങ്ങൾ സിനിമയിലുണ്ട്. പെർഫോമൻസ് വൈസ് ആയാലും, അതുപോലെ തന്നെ സൗണ്ട് ഡിസൈനിങ്, ഓവറോൾ ആ ഒരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ആയാലും അടിപൊളിയായിട്ട് തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. ഓവറോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ സിനിമയിൽ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. അപ്പൊ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ തമിഴ് ഡബിൽ വരെ അവൈലബിൾ ആണ്. ഫാമിലി ആയിട്ടൊക്കെ കാണാം, ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് കാണാം. കാരണം എന്താ പറയുക, അതിന് മാത്രം അഡാൾട്ട് കണ്ടന്റ് കാര്യങ്ങളൊന്നുമില്ല, ചെറിയ 1-2 രീതിയിൽ ആ ഒരു രീതിയിലേ ഉള്ളൂ. അപ്പോൾ ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടാസ്വദിക്കാവുന്ന ഒരു സിനിമ തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ 3rd പൊസിഷനിലുള്ള ചിത്രം 2022 തന്നെ പുറത്തു വന്ന ഒരു അമേരിക്കൻ മിസ്റ്ററി ക്രൈം ത്രില്ലർ മൂവിയാണ് ഗ്ലാസ് ഒനിയൻ. ഈ ചിത്രത്തിന്റെ സെപ്പറേറ്റ് റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും സിനിമയുടെ ജസ്റ്റ് ആരംഭം ഒന്ന് നോക്കാം. 2020 മെയ് മാസം, അതായത് COVID-19 കാലഘട്ടങ്ങളിലാണ് കഥ നടക്കുന്നത്. ആൽഫ എന്ന് പറയപ്പെടുന്ന ഒരു ടെക്നോളജി കമ്പനി, അതിന്റെ സഹസ്ഥാപകനായിട്ടുള്ള മൈൽസ് ബ്രൗൺ തന്റെ ഗ്രീഫിലുള്ള ഒരു വലിയ ഐലൻഡ്, അവിടെയുള്ള ഒരു ബംഗ്ലാവിലോട്ട് തന്റെ കൂട്ടുകാരെയൊക്കെ ക്ഷണിക്കുകയാണ്. അത് ഒരു പസിൽ ബോക്സ്, അതിനുള്ളിലാണ് ക്ഷണക്കത്ത്. അതിനകത്ത് ഇങ്ങനെയാണ് ഒരു കൊലപാതകത്തിന്റെ മിസ്റ്ററി ഗെയിം സോൾവ് ചെയ്യണം. ആ ഒരു രീതിയിലാണ് ക്ഷണക്കത്ത് എല്ലാവർക്കും അയക്കുന്നത്. അപ്പോൾ ഇത് തനിക്കും കിട്ടി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നമ്മുടെ കഥയിലെ നായകൻ, ഡിക്റ്റേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ കഥാനായകനും ഇവരുടെ കൂടെ ചേരുന്നു. പിന്നെ മുന്നോട്ട് പോകുന്നത് ശരിക്കും ഒരു ത്രില്ലിംഗ് ജേർണി തന്നെയാണ് തീർച്ചയായിട്ടും സിനിമ. അപ്പൊ എന്തായാലും ഈ സിനിമയുടെ ഓവറോൾ ആ ഒരു സൗണ്ട് ഡിസൈനിങ് ആയാലും മറ്റു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് വർക്കൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ പെർഫോമൻസ്, സിനിമയിൽ അഭിനയിച്ച എല്ലാവരുടെയും പെർഫോമൻസ് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം നമുക്കൊരു പിടി തരാത്ത രീതിയിലാണ് എല്ലാവരും അത് ചെയ്തു വച്ചേക്കുന്നത്, അഭിനയിച്ചിരിക്കുന്നത് സിനിമയ്ക്കുള്ളിൽ. അപ്പൊ ഇതൊക്കെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് സിനിമയുടെ രണ്ടാം പകുതിയിലോട്ട് വരുമ്പോൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും സിനിമയ്ക്കുള്ളിലുണ്ട്. അല്ലെങ്കിൽ നല്ല പോലുള്ള ട്വിസ്റ്റ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും സിനിമയ്ക്കുള്ളിൽ വരുന്നുണ്ട്. എനിക്ക് രണ്ടാം പകുതിയാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. ഈ ചിത്രത്തിന്റെ തന്നെ ആദ്യ ഭാഗമുണ്ട്, നൈഫ് ഔട്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. 2019 പുറത്തിറങ്ങിയ ചിത്രമാണ്. അതും ഇതുപോലെ തന്നെ അടിപൊളി ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പൊ ഈ ചിത്രം എന്തായാലും നെറ്റ്ഫ്ലിക്സിൽ സബ്ടൈറ്റിൽ ഉൾപ്പെടെ അവൈലബിൾ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിത്രം കാണുക. നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സിനിമ തരും. മനസ്സിലാകില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട. സബ്ടൈറ്റിൽ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന ആ ഒരു രീതിയിൽ തന്നെ, ഒത്തിരി കഠിനമായിട്ടുള്ള കാര്യങ്ങളൊന്നും സിനിമയ്ക്കുള്ളിലില്ല. ആ ഒരു രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പൊസിഷനിലുള്ള ചിത്രം 2023 പുറത്തു വന്ന ഒരു സ്ക്രീൻ ലൈഫ് മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് മിസ്സിംഗ്. നമ്മുടെ കഥയിലെ നായിക ജൂൺ ഒരു ടീനേജ് ഗേളാണ് കഥാനായിക. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു പോയതാണ്. അതുകൊണ്ട് അമ്മ വളരെ ശ്രദ്ധയോടെയാണ് പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അത്രയ്ക്ക് ശ്രദ്ധയോടെ തന്നെയാണ് മകളെ വളർത്തിക്കൊണ്ട് വന്നത്.
ഒരു ടീനേജറാണ് നമ്മുടെ നായിക. അതുപോലെ ഈ സമയം അമ്മയ്ക്ക് ഒരാളെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആ ഒരു റിലേഷനിലാണ് അമ്മ. അയാളുമായിട്ടുള്ള ആ റിലേഷൻ തുടരാൻ ആഗ്രഹമുണ്ട് അമ്മയ്ക്ക്. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്യുന്നു, അമ്മ അയാളുമായിട്ട് കൊളംബിയ ഒരു ടൂറൊക്കെ പോകുകയാണ്. മകളോട് പറഞ്ഞു, നീ ശ്രദ്ധയോടെ ഇരിക്കണം, ഞങ്ങൾ പോയിട്ട് വരാം. അവിടെ ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല, അതുകൊണ്ട് അത് ആ ഒരു സെൻസിൽ എടുക്കാവുന്ന കേസേ ഉള്ളൂ. അപ്പം അമ്മ മകളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ടൂർ പോകുകയാണ് അമ്മ കൊളംബിയയ്ക്ക്. മകളും ഈ കിട്ടിയ അവസരം ഒരു വെക്കേഷൻ പോലെ അടിച്ചു പൊളിക്കുകയാണ്, പുറത്തൊക്കെ പോയി അടിച്ചു പൊളിക്കുകയാണ്. ശേഷം അമ്മ വരേണ്ട ദിവസമായപ്പോൾ എയർപോർട്ടിൽ പോകുന്നു. അമ്മ പറഞ്ഞേൽപ്പിച്ചിട്ടാ പോയി, ഞാൻ വരുമ്പോൾ നീ എന്നെ പിക്കപ്പ് ചെയ്യണം. അവിടെ ചെന്നിട്ട് അമ്മ വരുന്നില്ല, അമ്മ വരേണ്ട സമയമായിട്ട് അമ്മ വരുന്നില്ല. ഇത് ആകപ്പാടെ നമ്മുടെ കഥാനായകനെ വിഷമത്തിലാകുന്നു. പിന്നീട് ശരിക്കും അമ്മയെ തേടി ഇറങ്ങുന്നതാണ് കഥയ്ക്കുള്ളിലുള്ളത്. അപ്പൊ ഈ ചിത്രം ഞാൻ ആദ്യം തന്നെ പറയാം, ഇതൊരു സ്ക്രീൻ ലൈഫ് മൂവിയാണ്. എക്സാമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ നമ്മുടെ ഫഹദ് ഫാസിൽ നായകനായിട്ട് ഒരു ചിത്രം ഉണ്ടായിരുന്നു, CU4. കണ്ടവർക്ക് അറിയാം ആ ടൈപ്പ് ഒരു ചിത്രം. മൊത്തത്തിലൊരു സ്ക്രീൻ ലൈഫ് സിനിമയാണിത്. ഇപ്പം ഇങ്ങനെയുള്ള സിനിമകൾ ചിലർ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യും. ആ ഒരു സ്ക്രീൻ ലൈഫ് ആയതുകൊണ്ട് ആ ഒരു ഇംപ്രഷൻ കൊണ്ടുവരില്ല എന്ന് കരുതി പലരും സ്കിപ്പ് ചെയ്യും. പക്ഷെ കാണാനുള്ള ആ ഒരു അറ്റംപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ചിത്രമൊക്കെ എനിക്ക് പറയുവാണെങ്കിൽ അത്രത്തോളം എൻഗേജിങ് ആയിട്ട്, ത്രില്ലിംഗ് ആയിട്ട്, വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് ചിത്രം മുന്നോട്ട് പോയത്. എന്നെ സംബന്ധിച്ച് നല്ല രീതിയിൽ ത്രില്ലിംഗ് ആയിരുന്നു. ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ചിത്രം അത്രത്തോളം ത്രില്ലിംഗ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് ഈ സിനിമ എനിക്ക് പോയത്. അപ്പം നിങ്ങൾക്കും അതേ ഒരു എക്സ്പീരിയൻസ് കിട്ടും. പ്രത്യേകിച്ച് അത്രത്തോളം എഫേർട്ട് എടുത്ത് അത് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു അത്രയ്ക്ക് എഫേർട്ട് അതിനകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. ആ ഒരു റൈറ്റിങ്ങിലായാലും ആ ചിത്രം ആ ഒരു രീതിയിൽ മേക്ക് ചെയ്ത് കൊണ്ടുവരുന്നതിലായാലും, അതുപോലെ തന്നെ എഡിറ്റിംഗ് വർക്ക്, അതൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും സാധാരണ ഒരു സിനിമ എഡിറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിൽ ഇതിൽ ചെയ്താൽ പോരാ, നല്ല രീതിയിൽ എഫേർട്ട് എടുക്കണം. പ്രത്യേകിച്ച് സ്ക്രീൻ ലൈഫ് സിനിമകളാകുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എഫേർട്ട് എടുത്ത് കൊണ്ടുവരണം. അപ്പോൾ അതും അതിൽ നല്ലപോലെ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു അറ്റംപ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കുക, ഒന്ന് കാണാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും സിനിമ നിങ്ങൾക്ക് തരും എന്നുള്ളത് ഉറപ്പാണ്. ചിത്രം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, സബ്ടൈറ്റിൽ ഉണ്ട്. കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കാണുക. ഇതുപോലെ തന്നെ ആദ്യ പൊസിഷനിലുള്ള ചിത്രം 2022 പുറത്തു വന്ന ഒരു അമേരിക്കൻ സൈക്കോളജിക്കൽ മിസ്റ്ററി ഡ്രാമ ത്രില്ലർ മൂവിയാണ് ദ ഔട്ട്ഫിറ്റ്. ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ വന്ന് ചില കാരണങ്ങളൊക്കെ കൊണ്ട് അമേരിക്കയിൽ വന്ന് ചിക്കാഗോയിൽ പോയി അവിടെ പോയി ഒരു ടൈലർ ഷോപ്പൊക്കെ ഇട്ട് നമ്മുടെ ബിസിനസ് നടത്തിക്കൊണ്ടുവരുന്ന ഒരാളാണ് നമ്മുടെ കഥാനായകൻ. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് കസ്റ്റമർ എന്ന് പറയുന്നത്, അതായത് ഈ നായകന്റെ ടൈലർ ഷോപ്പിലെ ഫസ്റ്റ് കസ്റ്റമർ എന്ന് പറയുന്നത് റോയ് ബോയൽ എന്ന് പറയപ്പെടുന്ന ഒരു ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പിന്റെ തലവനായിട്ടുള്ള റോയ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ ടൈലറായിട്ടുള്ള നമ്മുടെ കഥാനായകന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ആ ഒരു കട്ടർ എന്നാണ് അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്ന സിനിമയ്ക്കുള്ളിൽ. അദ്ദേഹത്തിന്റെ കട്ടിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ടൈലറിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ തമ്മിൽ അടുത്തു. പക്ഷെ ഇതിന് വേറൊരു കാര്യമുണ്ട്. അതായത് ഈ റോയ് എന്ന് പറയപ്പെടുന്ന ഈ ഗ്യാങ്സ്റ്റർ തലവൻ നമ്മുടെ കഥാനായകനെ എടുക്കാനായിട്ട് വേറെ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ഗ്യാങ്സ്റ്റർ തലവൻ റോയ്ക്ക് ഒരു മകനുണ്ട്, റിച്ചി എന്ന് പറയുന്ന ഒരു മകനും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വലങ്കൈ എന്ന് പറയപ്പെടുന്ന ഒരു ആള്, സിനിമയ്ക്കുള്ളിൽ ഫ്രാൻസിസ് എന്നാണ് ആ കഥാപാത്രം വരുന്നത്. ഇവർ രണ്ടുപേരും ഉണ്ട്. അപ്പൊ ഇവരുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, ഞാൻ പറഞ്ഞു ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പാണ് ഇവര്. അപ്പൊ ഇവരുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അത് നടത്തുന്നത് നമ്മുടെ കഥാനായകന്റെ കടയ്ക്കുള്ളിലാണ്, അദ്ദേഹത്തിന്റെ ഷോപ്പിനുള്ളിലാണ്. അതായത് ഇവർ ഒരു പോസ്റ്റ് ബോക്സ് പോലത്തെ ഒരു ബോക്സ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പൈസ കൊണ്ട് ഇടാനുള്ളവരൊക്കെ വന്ന് അതിനകത്ത് പൈസ ഇടും. അതായത് ഇതിലെ ബാക്കി അംഗങ്ങൾ ഇവരുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അതിനകത്ത് പൈസ ഇടും, അല്ലെങ്കിൽ ഇവരുടെ ബാക്കി സംഭവങ്ങളൊക്കെ അതിലാണ്. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് മുഖേനയാണ് നടത്തുന്നത്. നമ്മുടെ കഥാനായകനായാലും ഇതിലൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല, അയാൾ ഇതിനകത്തൊന്നും ഇടപെടുന്നില്ല, ആരോടും അങ്ങനെ വലിയ മിണ്ടാട്ടമൊന്നുമില്ല. വളരെ ശുദ്ധനായിട്ടുള്ള ഒരു ക്യാരക്ടർ, ആരോടും ഒന്നിനും ഇടപെടുകയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇവരുടെ കാര്യങ്ങളും അന്വേഷിക്കാൻ പോകുന്നില്ല, അവരെന്തെങ്കിലും ചെയ്യട്ടെ. അപ്പം ഇവരിങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം റിച്ചിയും ഫ്രാൻസിസും കൂടി നമ്മുടെ കഥാനായകന്റെ ഷോപ്പിലോട്ട് കയറി വരികയാണ്. റിച്ചിക്ക് വെടിയേറ്റിട്ടുണ്ടായിരുന്നു. ഈ മൊമെന്റിൽ ഇവിടെ നിന്ന് ആരംഭിക്കുന്ന സിനിമ പിന്നെ മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷവും അടുത്തത് എന്താ എന്ന് നമ്മളെ ഇങ്ങനെ എൻഗേജിങ് ആയി നിർത്തും, അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിലിട്ട് തന്നെയാണ് പിന്നെ സിനിമ മുന്നോട്ട് പോകുന്നത്. എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ്, അത് ശരിക്കും നിങ്ങൾ കണ്ടു തന്നെ അനുഭവിക്കണം. ആദ്യമൊക്കെ കണ്ടു തുടങ്ങി കഴിഞ്ഞപ്പോൾ, സിനിമ കണ്ടു തുടങ്ങി കഴിഞ്ഞപ്പം എനിക്ക് ചെറിയൊരു മടുപ്പ് തോന്നി, അല്ലെങ്കിൽ എന്താ ഒരു താല്പര്യക്കുറവ് തോന്നി കണ്ടു തുടങ്ങി കഴിഞ്ഞു. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഈ സമയം കഴിഞ്ഞ് പിന്നെ സിനിമ അവസാനിക്കുന്ന വരെ ആ ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അടുത്തത് എന്ത് എന്നുള്ള ആ ഒരു ചോദ്യം എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ആ ഒരു രീതിയിൽ എൻഗേജിങ് ആക്കി തന്നെയാണ് സിനിമ അവസാനം വരെ പിന്നെ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നായകൻ്റെ ക്യാരക്ടർ അത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അത് എന്താ പറയുക, അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ സിനിമയിൽ കൊണ്ടുവന്നേക്കുന്നത്. അത് ക്യാരക്ടറിൻ്റെ ബലമല്ല, ആ എഴുത്തിൻ്റെയാണ്, ആ ഒരു കഥയുടെയാണ്, ആ ഒരു റൈറ്റിംഗ്. അത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ട് തന്നെയാണ് ഫുൾ സ്ക്രിപ്റ്റ്
സിനിമയ്ക്കുണ്ട്, ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് സിനിമയ്ക്കുണ്ട്, അല്ലെങ്കിൽ അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിട്ട് തന്നെ അത് എഴുതിയിട്ടുണ്ട് എല്ലാ ക്യാരക്ടറും. ഈ ഇപ്പോൾ പറയുവാണെങ്കിൽ അധികം ക്യാരക്ടറോ കാര്യങ്ങളൊന്നുമില്ല, ഒരു 5-6 ക്യാരക്ടർ ഉണ്ടാവും സിനിമയ്ക്കുള്ളിൽ. ഒരു വീട് അല്ലെങ്കിൽ ഒരു ഷോപ്പ്, അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല സിനിമയ്ക്കുള്ളിൽ. എന്നിട്ട് പോലും അത്രത്തോളം എൻഗേജിങ് ആക്കിയിട്ട് ആ സിനിമ നമ്മളെ കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയ്ക്ക് സീറ്റ് എഡ്ജിൽ കൊണ്ടുവന്ന് ഇരുത്തി അടുത്തത് എന്ത് എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ മനസ്സിലിട്ട് സിനിമ കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് എന്തായാലും മികച്ച ഒരു എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ, അതും നിങ്ങളൊരു ക്രൈം ത്രില്ലർ സിനിമ പ്രേമിയാണെങ്കിൽ, അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ കാണേണ്ട ഒരു സിനിമ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്ക് എക്സ്പീരിയൻസ് സിനിമ നിങ്ങൾക്ക് തരും. സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഉണ്ട്, സബ് ടൈറ്റിൽ ഉൾപ്പെടെയുണ്ട്. മനസ്സിലാക്കി എടുക്കാൻ വലിയ പാടൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ഒഴുക്കിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും. മാത്രമല്ല ഇടയ്ക്ക് സപ്പോർട്ടിന് വേണ്ടി ആ സബ് ടൈറ്റിലും നമുക്ക് നോക്കാൻ പറ്റും. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ലാതെ എന്താ പറയുന്നത്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി കിട്ടുന്ന രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ട് കാണാം. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് ഒരു അല്പം ബ്ലഡിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്, ഒരു ബുള്ളറ്റ് വന്നതും അതിൽ നിന്ന് ബ്ലഡ് ഒലിക്കുന്നതായിട്ടുള്ള ചെറിയൊരു സീൻ. അതും വലിയ പ്രശ്നമൊന്നുമല്ല. എന്തായാലും ഫാമിലിക്കും കുട്ടികൾക്കും ഒരുപോലെ ഇരുന്ന് കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സിനിമ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കൊരു അടിപൊളി എക്സ്പീരിയൻസ്, ഒന്നും പറയാനാത്തൊരു എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹിക്കുന്നവർ കാണുക. എന്തായാലും ഇതുപോലെ ഒരു നല്ല സിനിമകൾ അല്ലെങ്കിൽ റിലീഫ് ആവുന്ന സിനിമകൾ, ഇതിൻ്റെയൊക്കെ വിശേഷങ്ങൾ, നല്ല സിനിമകൾ എന്ന് പറയുമ്പോൾ ഇതുപോലെ ത്രില്ലർ സിനിമകൾ, നെറ്റ്ഫ്ലിക്സിൽ, ആമസോൺ പ്രൈമിൽ, ഇതിലൊക്കെ ഉള്ള സിനിമകളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ റിലീഫ് ആവുന്ന സിനിമയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.